കർണാടക ഹാസനിലെ അടിമവേലയുടെ ക്രൂരത വിവരിച്ച കാസർഗോഡ് പുത്തികെ സ്വദേശി ഉദയൻ 1 വർഷം പണിയെടുത്തിട്ടും 1 പൈസ പോലും നൽകിയില്ല. ഭക്ഷണവും കുടിവെള്ളവും തരാതെ പണിയെടുപ്പിക്കുന്നുവെന്നും ഉദയൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഉദയൻ ഉൾപ്പെടെ 18 പേരെയാണ് കർണാടക പോലീസ് രക്ഷപ്പെടുത്തിയത്. 1 വർഷക്കാലം നേരിട്ട ക്രൂരതകൾ വിവരിക്കുകയാണ് ഉദയൻ. അതോർത്തെടുക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നത് നമുക്ക് കാണാം. ഭക്ഷണം പറഞ്ഞാൽ ഒരു ദിവസം വെച്ചാൽ അത് 3 ദിവസം കഴിക്കേണ്ടി വരുന്നു. രാവിലെ എനിക്ക് പോയാൽ പല്ലും തൊടുക്കില്ല, ചായയുമില്ല, എന്തുമില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ ബാക്കിയായെന്ന് ഉദയൻ പറയുന്നു. അവൻ പണിയെടുത്തില്ലെങ്കിൽ അവൻ കല്ലേരും. ഒരു ബസ് ഒരു മൂത്രം ഒഴിക്കാൻ വിടില്ല. അപ്പം കല്ല് തിരിഞ്ഞു എൻ്റെ ബടിയിലെടുത്ത് തല്ലാൻ വരും. മരിച്ചാലും ആരും നോക്കൂല. ഉദയൻ 1 വർഷമാണെങ്കിൽ 2-3 വർഷം ഇതേ യാതനകൾ അനുഭവിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതുകൊണ്ടാണ് മറ്റുള്ളവർ കൂടി അടിമവേലയിൽ നിന്ന് മോചിതരായത്. റിപ്പോർട്ടർ, കാസർഗോഡ്.